ഹായ് ഗൈസ്, ഞാൻ ശീത ഷാബു. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഞാനങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യാൻ ട്രൈ ചെയ്യണ ഒരാളാണ്. പക്ഷെ ഒന്നും അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് എടുക്കുന്നല്ലാണ്ട് ഒന്നും അങ്ങനെ വ്ളോഗായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് അങ്ങനെയൊന്നും ഷെയർ ചെയ്യാറില്ല. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളുള്ളത് ചിക്ക്മംഗ്ലൂരിലെ ഒരു മുടികര തോന്നുന്ന പ്രൊനൗൺസിയേഷൻ, മുടികരയിലാണുള്ളത്. നമ്മളിവിടെ വന്നേക്കുന്നത് ശരിക്കും നേത്രാവതി ട്രക്കിന്. അപ്പോൾ നേത്രാവതി ട്രക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം അറ്റ്ലീസ്റ്റ് ബാംഗ്ലൂർ കേരളമൊക്കെ ഉള്ളവർക്ക് അറിയാം. നല്ല ഫേമസ് ഒരു 8 hours ലോങ് ട്രക്കാണ്. ഭയങ്കര അടിപൊളി കിഡിലൻ വ്യൂ ഒക്കെ ഉള്ള ട്രക്കാണ്. അപ്പോൾ ശരിക്കും ഇവിടെ എല്ലാം നമ്മൾ ചിക്ക്മംഗ്ലൂരെല്ലാം സ്റ്റേ പ്ലാൻ ചെയ്തിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ. പക്ഷേ നമുക്കത് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസലായി. അപ്പോൾ പക്ഷേ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല അടിപൊളി സ്റ്റേ ഇവിടെ കിട്ടിയിട്ടുണ്ട് മുടികരയിൽ. സ്റ്റേയുടെ പേര് റെയിനി ക്ലൗഡ് ഹോം സ്റ്റേ. സ്റ്റേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്റ്റേ. ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട്. നല്ല സ്പേഷ്യസ് പാർക്കിങ്ങും നല്ല ബ്രീത്തബിൾ പ്ലേസൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ അതിനേക്കാളും ഹൈലൈറ്റ് ഈ സൈഡാണ്. ഫുൾ കോഫി പ്ലാന്റേഴ്സ്, പിന്നെ പ്ലാന്റേഷൻ, കുറേ ട്രീസ്, കാട്, പിന്നെ അങ്ങോട്ട് ഇങ്ങനെ നടക്കാം. ലൈക്ക് ഫുൾ ഫ്രീ, ഒരു ക്രൗഡും ഇല്ല, ഭയങ്കര കാം പ്ലേസ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇപ്പോൾ കാലത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വരുന്ന വഴിയിൽ കുറച്ച് സ്ഥലത്തൊക്കെ കയറി. ഒരു ടെമ്പിൾ ഉണ്ട്, ബേലൂർ ടെമ്പിൾ, ഹസൻ്റെ. അവിടെ ഒന്ന് കയറി നമ്മൾ കുറച്ച് നേരം ചില്ല് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഒക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഇന്നിപ്പോൾ ജസ്റ്റ് ഇവിടെ എത്താൻ നല്ല അടിപൊളി സ്ഥലമല്ലേ. ഇവിടെ ഒന്ന് ചെറിയൊരു വാക്ക് പോയിട്ട് നാളെ ഏർലി മോർണിംഗ് നമുക്കൊരു 4 മണിക്ക് എണീറ്റിട്ട്, ഇതിപ്പോൾ കുറച്ച് 2 hours ദൂരമുണ്ട് നമ്മുടെ ട്രക്കിൻ്റെ സ്ഥലത്തുനിന്ന്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ സ്റ്റേ ക്യാൻസൽ ആയതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് ദൂരെ നമുക്ക് സ്റ്റേ കിട്ടി. പക്ഷേ അടിപൊളി സ്ഥലമാണ്, നമ്മൾ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. നാളെ നേരത്തെ ഒരു 2 മണിക്കൂർ നേരത്തെ എണീറ്റിട്ട് നമ്മൾക്ക് നമ്മുടെ നേത്രാവതിയുടെ ബേസ് പോയിന്റിലെ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇന്നൊന്ന് ചിൽ ചെയ്യാന്ന് വെച്ചിട്ട് ഇന്ന് ഫ്രീ ആണല്ലോ ഇനിയിപ്പോൾ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് നടന്ന് സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഫ്രഷായിട്ട് എനർജി ആയിട്ട് നാളെ കാലത്ത് എണീറ്റിട്ട് ട്രക്കിങ് പോകണം. ഞങ്ങൾ 6 പേരാണ് കേട്ടോ. ഞാൻ ഗോപു ആണ് കേട്ടോ നമ്മുടെ വീഡിയോഗ്രാഫർ. ആളൊരു പ്രൊഫഷണൽ സിനിമാറ്റോഗ്രാഫറൊക്കെയാണ്. എന്നാലും എൻ്റെ വ്ളോഗിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചാൽ ആൾ ചെയ്തുതരും. എൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറാണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ്. പിന്നെ അരുണ, വിദ്യ, അസീസ്, ചന്ദ്രു. ഞങ്ങൾ രാവിലെ ഒരു 5:30 ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 കാറിന് നമ്മൾ പോന്നു. പിന്നെ ഇന്നിപ്പോൾ വേറെ പ്ലാനൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഇനി കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ രാത്രി ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് മാക്സിമം ഒരു റിലാക്സ്ഡ് ആവണം. ഏർലി മോർണിംഗ് നമുക്ക് ട്രക്ക് തുടങ്ങണം. അപ്പോൾ ഇന്ന് പിറ്റേ ദിവസം October 2 കാലത്ത് ഓൾമോസ്റ്റ് 4 മണിയായി. നമ്മൾ 2 മണിക്കൂർ ദൂരമല്ലേ റൂം എടുത്തേക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നേരത്തെ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരൊക്കെ ആയിട്ട് കാറിൽ പോകണം. ഇവിടെ നിന്ന് കാറിൽ പോകും, എന്നിട്ട് അവിടെ നിന്ന് അവർ ജീപ്പിൽ പിക്കപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അവിടെ സെറ്റ് കാണാം. ഇപ്പോൾ നമ്മൾ കലാസയിലെത്തി. ഇത് ബേസാണ്. ഇവിടെ നിന്ന് ഇവർ നമ്മളെ ഈ വണ്ടിയിലാണ് കൊണ്ടുപോകാം. ഇങ്ങനെ നിന്ന് പോകണം. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് പോകണം. ഈ ജീപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കലാസയിലുള്ള നേച്ചർ വാലി ഹോം സ്റ്റേ ആണ് കേട്ടോ കോൺടാക്ട് ചെയ്തത്. ഇവിടെ നമുക്ക് മുകളിലോട്ട് പോകാൻ ഇനി ജീപ്പ് തന്നെ വേണം. നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾ നമുക്ക് ഇവിടെ നിന്ന് അലൗഡ് അല്ല. ഒരു ജീപ്പിൽ 6 പേര് ഇപ്പോൾ നമ്മൾ പോണതിന് 2500 അത് പെർ ഗ്യാങ് 2500 ആയിരിക്കും കേട്ടോ. മാക്സിമം 6 പേരാണെന്ന് എനിക്ക് തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഈ ജീപ്പ് അറേഞ്ച് ചെയ്തില്ലേ അവർ തന്നെ. 250 കേട്ടോ രണ്ടിനും കൂടിയിട്ട്. പ്ലാസ്റ്റിക് നമ്മുടെ ട്രക്കിന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പ്ലാസ്റ്റിക് അലൗഡ് അല്ല. അതുകൊണ്ട് ലഞ്ച് അവർ നമുക്ക് നല്ല ക്യൂട്ടായിട്ടൊരു സ്റ്റീൽ ഡബ്ബയിൽ ഒരു പുലാവാണ് പാക്ക് ചെയ്ത് തന്നത്. നല്ല സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഒരാൾക്ക്. പിന്നെ ഗൈഡ് മാൻഡേറ്ററി ആണ്. ഗൈഡ് ഫോറസ്റ്റ് ഓഫീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഗൈഡിന് 1000 രൂപ പെർ ഗ്യാങ് തന്നെ. ഇവിടെ എന്തായിരുന്നു പരിപാടി? ഇവിടെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസർ കണ്ടു, പാൻ കാർഡും പിന്നെ നമ്മുടെ പാസ് എടുത്ത് ഓൺലൈൻ പാസും കാണിച്ചിട്ടുണ്ട്. ഗൈഡിൻ്റെ ഒപ്പം പോകാം. But most of us lost half of their energy. So let's see. Make some fun activities to boost their energy. Okay. So let's see. Some dance. നേത്രാവതി ട്രക്ക് ഉണ്ടല്ലോ, അത് അരണ്യ വിഹാര വെബ്സൈറ്റിൽ പ്രീ ബുക്ക് ചെയ്യണം. 1 മാസം മുമ്പോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ച മുന്നേ കയറി നോക്കിയാൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ പറ്റും. പെർ പേഴ്സൺ 500 രൂപയാണ്. ഒരു ദിവസം 300 പേർക്ക് അലൗഡ് അല്ലോ. അപ്പോൾ അത് തീരുന്നതിന് മുന്നേ ബുക്ക് ചെയ്യാം. ചന്ദ്രു
taking his protein. Couples enjoying their time. ഫ്രൂട്ട്സ്, ആവശ്യത്തിന് വെള്ളം, പിന്നെ ലൈറ്റ് മെറ്റീരിയൽ ക്ലോത്ത്സ്, ഗ്രിപ്പുള്ള ബൂട്ട്, പിന്നെ വേണമെങ്കിൽ വടി, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം സെറ്റായിരിക്കും. പിന്നെ പോകെ കാണാം, നോക്കാം. ട്രക്കിംഗ് തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് കൂട്ടായിട്ട് നല്ല മിസ്റ്റും ചാറ്റൽ മഴ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചുറ്റിനും. 1-2 കൊച്ചു വെള്ളച്ചാട്ടം വരും, പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വലിയ വെള്ളച്ചാട്ടം വരും. ഇതൊക്കെ ക്രോസ് ചെയ്ത് വേണം നമുക്ക് പോകാൻ. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിവർ വരും കേട്ടോ. ആ റിവർ കൂടെ ക്രോസ് ചെയ്യണം, അവിടെ വരെ നമുക്ക് ഈസി ആയിട്ട് എത്താം. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല സ്റ്റീപ്പ് ട്രെയിലായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് ടയർഡായി. പക്ഷെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ കയറി കേട്ടോ. ചുറ്റിനും അത്ര അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ ഈ പീക്ക് എത്തണത് മാത്രമല്ല കേട്ടോ, പോണ വഴിയാണ് ഭയങ്കര വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പും അതിൻ്റെ മുകളിൽ ക്ലൗഡ്, മിസ്റ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പോയി തന്നെ മനസ്സിലാവണം. ഒരു 3-4 ഡേയ്സിലുള്ള കാർഡിയോ വർക്കൗട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും ചിൽ വെതറായിരുന്നു കേട്ടോ. വെതർ അടിപൊളി ആയതുകൊണ്ട് നമുക്ക് എനർജി അങ്ങോട്ട് വല്ലാണ്ട് ഡ്രെയിൻ ആവില്ല. വെയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടുപോകും, നമുക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. പക്ഷെ ഇത് വെതറും സീനറിയും നമ്മുടെ കമ്പനി എല്ലാം കൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തു. പീക്ക് അടിപൊളിയാണ്. പീക്കിനൊക്കെ ഫുള്ള് വരുന്ന വഴി കേട്ടോ. പിന്നെ മൊത്തം വ്യൂ, ഫുൾ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. മിസ്റ്റ്, ക്ലൗഡ്, അരുവി, വെള്ളച്ചാട്ടം, വ്യൂട് വ്യൂ. 3-3 മണിക്കൂർ, 3-3.5 മണിക്കൂർ എടുക്കില്ല. 3-3.5 മണിക്കൂർ വലിയ കുഴപ്പമില്ല. ഈ ലാസ്റ്റ് ഒരു 3 ഇതുപോലെ 3 ഒരു മലയുണ്ട്, അത് ഭയങ്കര പാടാണ്. ബാക്കിയൊക്കെ കുഴപ്പമില്ല. So for some experience, so we started without knowing how far it goes, so with low energy and all, but we made a lot of fun on the way, and we had some snacks and everything. So guide was there, and there are many crowds, so we had a little fun, and it was really wonderful. We had a mixed kind of weather also. So now on the top we cannot see anything now. Yeah, it's good. Overall it's good. அந்த ஃபால்ஸ்ல நிறைய பர்பிள் கலர் இதெல்லாம் இருந்துச்சு. சீத்தில் அதெல்லாம் போஸ்ட் பண்ணுவாங்கன்னு நினைக்கிறேன். ரொம்ப நல்ல எக்ஸ்பீரியன்ஸ். நல்ல க்ரீன் கலர் பார்த்து டயர்டு தெரியாமல் அப்படியே ஃப்ளோவில் வந்துட்டே இருந்தோம். பயங்கர சூப்பராக இருந்துச்சு, பயங்கர டயரிங்காக இருந்துச்சு. பட் அட்லீஸ்ட் ஒன்ஸ் வி ஹேவ் டு டூ இன் லைஃப் டைம். ஸோ இட் இஸ் கைண்ட் ஆஃப் லைக் லாட் ஆஃப் எக்ஸ்பீரியன்ஸ் வி ஹேட், அண்ட் தேங்க்ஸ் ஃபார் கீப்பிங் engaged. We had the best photographer. We have the best photographer. നമ്മൾ മുകളിൽ വന്ന് കറക്റ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയായി. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു മഴയത്ത്. റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് തിരിച്ചിറക്കാം. പക്ഷെ പറഞ്ഞ ടൈമിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കണമെങ്കിൽ മഴ ഉണ്ടായിരുന്നില്ല, അടിപൊളി വീട്. ഇപ്പോൾ ഒരു 12 ആയി. ഇപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാം. നമുക്ക് കയറാൻ ഒരു 3.5 മണിക്കൂർ. ഇനി ചിലപ്പോൾ ഇറങ്ങാൻ എത്ര എടുക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ കുറച്ച് എടുക്കുള്ളായിരിക്കും. നോക്കാം. സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട് മഴ പെയ്തായിരുന്നു. നോക്കാം. പക്ഷെ ഓക്കെ. ട്രക്കിങ് കഴിഞ്ഞു, മഴയത്ത് നനഞ്ഞ് കുളിച്ചു. പക്ഷെ അടിപൊളി. നമ്മൾ എന്നും നിർത്താണ്ട് ഒറ്റ സ്ട്രെച്ച് ചെയ്തെത്തി. എന്തായാലും പോകേണ്ട സ്ഥലമാണ്. അടിപൊളി.